നമസ്കാരം. മിഡിൽ ഈസ്റ്റ് വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. ഇന്ത്യയിലെ യുവാക്കളുടെ ആത്മവിശ്വാസം ലോകത്തിന് മാതൃകയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാജ്യത്തിന്റെ ബഹിരാകാശ മേഖലയെ ശക്തിപ്പെടുത്തുന്നതിൽ ഇന്ത്യയുടെ ജെൻസി തലമുറയുടെ പങ്കിനെ അഭിനന്ദിച്ച് പ്രധാനമന്ത്രി. സ്വകാര്യ ബഹിരാകാശ കമ്പനിയായ സ്കൈറൂട്ട് എയ്റോസ്പേസിന്റെ ഇൻഫിനിറ്റി ക്യാമ്പസ് ഉദ്ഘാടനം ചെയ്ത് നരേന്ദ്രമോദി. കുവൈറ്റിൽ സർക്കാർ സ്വകാര്യ സ്ഥാപനങ്ങളിലെ ജീവനക്കാരുടെ അക്കാദമിക് സർട്ടിഫിക്കറ്റ് പരിശോധനാ നടപടികൾ അതിവേഗം പൂർത്തിയാക്കണമെന്ന നിർദ്ദേശം. രാജ്യത്തെ എല്ലാ സർക്കാർ സ്ഥാപനങ്ങളും സ്വകാര്യ മേഖലയിലെ സ്ഥാപനങ്ങളും പൂർണ്ണമായും സഹകരിക്കണമെന്നും നിർദ്ദേശം. യോഗ്യതാ മാനദണ്ഡങ്ങൾ ലംഘിച്ചതായി കണ്ടെത്തിയാൽ നടപടിയെന്നും മുന്നറിയിപ്പ്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ മുഖ്യമന്ത്രിക്ക് പരാതി നൽകി ഇരയായ യുവതി. വാട്സാപ്പ് ചാറ്റുകളും ശബ്ദരേഖകളും പരാതിക്കൊപ്പം കൈമാറി. തിരുവനന്തപുരം റൂറൽ SP യുവതിയുടെ മൊഴിയെടുത്തു. സത്യം ജയിക്കുമെന്ന് രാഹുലിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. നിയമം നിയമത്തിന്റെ വഴിക്കെന്ന് സണ്ണി ജോസഫ്. പ്രതികരിക്കാതെ VD സതീശൻ. ലേബർ കോഡുകൾ പിൻവലിക്കണമെന്ന് കേന്ദ്രത്തോട് ആവശ്യപ്പെടാൻ കേരളം നിയമോപദേശം തേടും. ഡിസംബർ 19 ലേബർ കോൺക്ലേവ് നടത്താനും ട്രേഡ് യൂണിയൻ നേതാക്കളുടെ യോഗത്തിൽ പ്രമേയം. കരട് രഹസ്യമാക്കി വച്ചിട്ടില്ലെന്ന് മന്ത്രി V ശിവൻകുട്ടി. സർക്കാരിന്റെ കാപട്യം വ്യക്തമായെന്നും PM ശ്രീയിൽ സ്വീകരിച്ച നിലപാടാണ് ലേബർ കോഡിലും സ്വീകരിച്ചതെന്നും VD സതീശൻ. പാകിസ്ഥാൻ മുൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാൻ കൊല്ലപ്പെട്ടെന്ന വാർത്ത തള്ളി ജയിൽ അധികൃതർ. ഇമ്രാൻഖാൻ പൂർണ്ണ ആരോഗ്യവാനാണെന്നും ജയിൽ മാറ്റിയിട്ടില്ല എന്നും അധികൃതർ. ഇമ്രാനെ കാണാൻ അനുവദിക്കണമെന്ന് PTA പ്രവർത്തകർ. തിരുവനന്തപുരം ക്രിക്കറ്റ് ആവേശത്തിലേക്ക്. കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ അടുത്ത മാസം 3 2020 മത്സരങ്ങൾ. ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീം കളിക്കും. ശ്രീലങ്കയ്ക്കെതിരെയാവും മത്സരം. പുരുഷ ടീമിന്റെ മത്സരം ജനുവരിയിൽ ന്യൂസിലാൻഡിനെതിരെ. രാജ്യത്തിന്റെ ബഹിരാകാശ മേഖലയെ ശക്തിപ്പെടുത്തുന്നതിൽ ഇന്ത്യയുടെ ജെൻസി തലമുറയുടെ പങ്കിനെ അഭിനന്ദിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ത്യയിലെ സ്വകാര്യ ബഹിരാകാശ കമ്പനിയായ സ്കൈറൂട്ട് എയ്റോസ്പേസിന്റെ ഇൻഫിനിറ്റി ക്യാമ്പസ് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. ബഹിരാകാശ മേഖലയിലുണ്ടായ പുരോഗതിയെ സ്റ്റാർട്ടപ്പ് വിപ്ലവങ്ങളുടെ വിജയമായി അദ്ദേഹം വിശേഷിപ്പിച്ചു. ഇന്ത്യയുടെ ബഹിരാകാശ യാത്രയിൽ ഇപ്പോൾ 300-ലധികം ബഹിരാകാശ സ്റ്റാർട്ടപ്പുകൾ പുതിയ തരംഗം സൃഷ്ടിക്കുന്നുണ്ടെന്നും പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തു. പരിമിതമായ വരുമാനത്തിലും ഉയരങ്ങളിലെത്താനുള്ള യുവാക്കളുടെ സ്വപ്നമാണ് സാക്ഷാത്കരിക്കപ്പെട്ടതെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. एग्रीकल्चर, मरीन मॉनिटरिंग, अर्बन प्लानिंग, वेदर प्रिडिक्शन और नेशनल सिक्योरिटी का आधार बन चुका है. और इसलिए ही हमने भारत के स्पेस सेक्टर. രാഹുൽ മാങ്കൂട്ടത്തിൽ MLAക്ക് കുരുക്കുമുറുകുന്നു. രാഹുലിനെതിരെ ലൈംഗിക പീഡന പരാതി നൽകി യുവതി. മുഖ്യമന്ത്രി പിണറായി വിജയനെ നേരിട്ട് കണ്ടാണ് അതിജീവിത പരാതി നൽകിയത്. വാട്സാപ്പ് ചാറ്റും ശബ്ദരേഖയും മറ്റ് തെളിവുകളും കൈമാറി. പരാതി മുഖ്യമന്ത്രി DGPക്ക് കൈമാറി. തുടർന്ന് തിരുവനന്തപുരം റൂറൽ SP യുവതിയുടെ മൊഴിയും രേഖപ്പെടുത്തി. സത്യം ജയിക്കുമെന്ന് ഫേസ്ബുക്ക് കുറിപ്പുമായി രാഹുൽ മാങ്കൂട്ടത്തിലും രംഗത്തെത്തി. രാഹുൽ മാങ്കൂട്ടത്തിൽ യുവതിയെ ഗർഭധാരണത്തിന് നിർബന്ധിക്കുന്നതിന്റെ വാട്സപ്പ് ചാറ്റുകളും ഗർഭചിത്രത്തിന് നിർബന്ധിക്കുന്ന ശബ്ദരേഖകളും നേരത്തെ പുറത്തു വന്നിരുന്നു. ഇതിനു പിന്നാലെയാണ് അതിജീവിത മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നേരിട്ടെത്തി പരാതി നൽകിയത്. വാട്സപ്പ് ചാറ്റ്, ശബ്ദരേഖ അടക്കമുള്ള തെളിവുകളും കൈമാറി. മുഖ്യമന്ത്രി പരാതി DGPക്ക് കൈമാറി. രാഹുൽ മാങ്കൂട്ടത്തിലിനെ പാർട്ടിയിൽ നിന്നും സസ്പെൻഡ് ചെയ്തിരുന്നു. കുറ്റം ചെയ്തിട്ടില്ലെന്ന ബോധ്യമുള്ളിടത്തോളം കാലം നിയമപരമായി പോരാടുമെന്നും സത്യം ജയിക്കുമെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ സാമൂഹ്യ മാധ്യമത്തിൽ കുറിച്ചു. പരാതിക്കനുസരിച്ച് ഇനി സർക്കാരിന് നിലപാടെടുക്കാമെന്നും കോൺഗ്രസിനെ സംബന്ധിച്ച് രാഹുൽ പാർട്ടിക്ക് പുറത്താണെന്നും K മുരളീധരൻ പറഞ്ഞു. അപ്പൊ ഇനി സർക്കാരിന് അതിനനുസരിച്ച് നിലപാടെടുക്കട്ടെ. ഞങ്ങളേതായാലും ഞങ്ങളെ സംബന്ധിച്ച് അദ്ദേഹം പാർട്ടിക്ക് പുറത്താണ്. ഇപ്പോൾ ഇനി സസ്പെൻഡ് ചെയ്ത ആൾക്കെതിരെ കൂടുതൽ നടപടികൾ എടുക്കണമെങ്കിൽ തുടർ നടപടികൾ നോക്കിയിട്ട് ആലോചിച്ച് ചെയ്യാം. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം കൊണ്ട് മറച്ചുപിടിക്കാനാകില്ലെന്ന് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് പറഞ്ഞു. തെരഞ്ഞെടുപ്പിൽ ഐക്യ ജനാധിപത്യ മുന്നണി ഉയർത്തുന്ന ജനകീയ പ്രശ്നങ്ങൾ, സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങൾ, ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള, അതൊന്നും ഇതുകൊണ്ട് മറച്ചുപിടിക്കാൻ ആർക്കും കഴിയില്ല.
യുവതി ആദ്യം പോകേണ്ടത് പോലീസിലായിരുന്നുവെന്ന് കേരളത്തിന്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി പറഞ്ഞു. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA സ്ഥാനത്ത് നിന്ന് രാജിവെക്കണമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ആവശ്യപ്പെട്ടു. പരാതി മാത്രമല്ല, അതിനാവശ്യമായ തെളിവും നൽകിയിട്ടുണ്ട് എന്നാണ് വാർത്താമാധ്യമങ്ങൾ മുഴുവൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനി ഒരു നിമിഷം പോലും അദ്ദേഹത്തിന് ജനങ്ങളുടെ മുമ്പിൽ നിൽക്കാൻ അവകാശമില്ല എന്നുള്ളത് സത്യമാണ്. അപ്പോൾ കേരളത്തിൻ്റെ MLA എന്ന രീതിയിൽ അദ്ദേഹത്തിന് പ്രവർത്തിക്കാൻ സാധിക്കില്ല. അതിജീവിതയ്ക്ക് എല്ലാവിധ പിന്തുണയും ഉറപ്പു നൽകി മന്ത്രിമാരായ വീണ ജോർജും ശിവൻകുട്ടിയും ഫേസ്ബുക്ക് കുറിപ്പുമായി രംഗത്തെത്തി. രാഹുലിനെ ഉടൻ അറസ്റ്റ് ചെയ്യണമെന്ന് BJP നേതാവ് K സുരേന്ദ്രൻ ആവശ്യപ്പെട്ടു. ഒരു പൊതുപ്രവർത്തകനിൽ നിന്നും ഒരു കാലത്തും സംഭവിക്കാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് ഒരു MLA എന്നുള്ള നിലയിൽ കോൺഗ്രസിൻ്റെ ഒരു യുവ MLA നടത്തിയിരിക്കുന്നത്. പ്രശ്നം അതീവ ഗൗരവതരമാണ്. കോൺഗ്രസിന് എന്തെങ്കിലും ഒരു ധാർമ്മികതയുണ്ടെങ്കിൽ പാലക്കാട് MLA അടിയന്തരമായി രാജിവെപ്പിക്കണം. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ലൈംഗികാരോപണ കേസിൽ കുടുങ്ങിയ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ കോലം കത്തിച്ച് കോഴിക്കോട് BJP പ്രവർത്തകരുടെ പ്രതിഷേധം. നഗരത്തിലെ പ്രകടനമായി എത്തുകയായിരുന്നു BJP പ്രവർത്തകരുടെ പ്രതിഷേധം. രാഹുൽ രാജിവെക്കും വരെ പ്രതിഷേധം തുടരുമെന്ന് BJP പ്രവർത്തകർ മുന്നറിയിപ്പ് നൽകി. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ സർക്കാരിനും ബോർഡിനും തന്ത്രിക്കും കുരുക്കായി ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് പത്മകുമാറിന്റെ മൊഴി. തീരുമാനങ്ങളെല്ലാം ഭരണസമിതിയുമായി ആലോചിച്ചെന്ന് പത്മകുമാർ മൊഴി നൽകി. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി തന്ത്രി കണ്ഠരര് രാജീവർക്ക് അടുത്ത ബന്ധമെന്നും പോറ്റി ശബരിമലയിലേക്ക് എത്തിയത് തന്ത്രി വഴിയെന്നും പത്മകുമാർ മൊഴി നൽകി. തന്ത്രി കണ്ഠരര് രാജീവരുടെയും ഉദ്യോഗസ്ഥരുടെയും പിൻബലത്തിലാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമലയിൽ ശക്തനായതെന്ന് ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റും CPM നേതാവുമായ A പത്മകുമാർ SITക്ക് മൊഴി നൽകി. ശബരിമലയിൽ സ്പോൺസറാകാൻ ഉണ്ണികൃഷ്ണൻ പോറ്റി സർക്കാരിൽ ആരെയൊക്കെ സമീപിച്ചുവെന്ന കാര്യത്തിൽ ഇനി വ്യക്തത വരുത്തേണ്ടതുണ്ട്. പത്മകുമാർ ഇതിൽ എന്തൊക്കെ വിവരങ്ങൾ നൽകുമെന്നത് നിർണായകമാണ്. അതേസമയം ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ഹൈക്കോടതി നിർദ്ദേശിച്ച 6 ആഴ്ചത്തെ സമയപരിധി അവസാനിച്ചിട്ടും അന്വേഷണം പൂർത്തിയാക്കാൻ SITക്ക് സാധിച്ചിട്ടില്ല. ചോദ്യം ചെയ്യലും തെളിവെടുപ്പും പൂർത്തിയായിട്ടില്ല. അന്വേഷണത്തിന് കൂടുതൽ സമയം തേടിയിട്ടുണ്ട്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ 2 കേസിലായി 15 പേരെയാണ് പ്രതി ചേർത്തിട്ടുള്ളത്. ഇതിൽ നിലവിൽ 6 പേരുടെ അറസ്റ്റാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഇതിനിടയിൽ 2 ഇടക്കാല റിപ്പോർട്ടും ഹൈക്കോടതിയിൽ പ്രത്യേക അന്വേഷണ സംഘം ഹാജരാക്കിയിട്ടുണ്ട്. ഡിസംബർ 3-ാം തീയതി ഹൈക്കോടതി വീണ്ടും കേസ് പരിഗണിക്കുമ്പോൾ SIT അന്തിമ റിപ്പോർട്ട് സമർപ്പിക്കാൻ സാധ്യത കുറവാണ്. അന്വേഷണത്തിന് SIT കൂടുതൽ സമയം നേരത്തെ ആവശ്യപ്പെട്ടിരുന്നു. അന്വേഷണത്തിന്റെ വ്യാപ്തി അറിയിക്കുന്നതനുസരിച്ച് കോടതി അത് അനുവദിച്ചേക്കും. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ പത്മകുമാറിനെ കോടതി റിമാൻഡിൽ വിട്ടു. 2 ദിവസത്തെ ചോദ്യം ചെയ്യൽ പൂർത്തിയാക്കി. SIT സംഘം ഹാജരാക്കിയതോടെയാണ് കൊല്ലം വിജിലൻസ് കോടതി പത്മകുമാറിനെ റിമാൻഡിൽ വിട്ടത്. ഡിസംബർ 7 വരെയാണ് പത്മകുമാറിന്റെ റിമാൻഡ് കാലാവധി. അതേസമയം ഉണ്ണികൃഷ്ണൻ പോറ്റി, മുരാരി ബാബു എന്നിവരുടെ റിമാൻഡ് കാലാവധിയും വിജിലൻസ് കോടതി നീട്ടി. ഇരുവരുടെയും റിമാൻഡ് അവസാനിച്ചതോടെയാണ് 14 ദിവസത്തേക്ക് റിമാൻഡ് കാലാവധി നീട്ടിയത്. ഉണ്ണികൃഷ്ണൻ പോറ്റിക്കായി അന്വേഷണ സംഘം വീണ്ടും കസ്റ്റഡി അപേക്ഷ നൽകും. പത്മകുമാറിൽ നിന്നും പുറത്തുവരുന്ന വിവരങ്ങളുടെ കൂടെ അടിസ്ഥാനത്തിലാകും ഇനി ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കൂടുതൽ ചോദ്യം ചെയ്യുക. ശബരിമലയിൽ തേൻ വിതരണത്തിൽ വീഴ്ച സംഭവിച്ചതായി പരാതി. വഴിപാട് ആവശ്യങ്ങൾക്കുള്ള തേനിൻ്റെ ഭക്ഷ്യസുരക്ഷാ പരിശോധനയിലാണ് വിജിലൻസ് ഗുരുതര വീഴ്ച കണ്ടെത്തിയത്. തേൻ വിതരണം ചെയ്തത് ഫോമിക് ആസിഡ് വിതരണം ചെയ്യുന്ന കണ്ടെയ്നറുകളിലാണ് എന്നാണ് കണ്ടെത്തൽ. അതേസമയം ആസിഡ് ക്യാനിലെത്തിയ തേൻ തിരിച്ചയക്കുമെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് K ജയകുമാർ പറഞ്ഞു. ശബരിമലയിൽ അഷ്ടാഭിഷേകത്തിനുൾപ്പെടെ ഉപയോഗിക്കുന്നതിന് തേനെത്തിക്കാൻ പൊതുമേഖലാ സ്ഥാപനമായ റെഡ്കോയ്ക്കാണ് കരാർ നൽകിയിരിക്കുന്നത്. കഴിഞ്ഞ ആഴ്ച സന്നിധാനത്ത് ഇതുപ്രകാരം തേനെത്തിച്ചത് ഫോമിക് ആസിഡ് ക്യാനിലാണെന്നാണ് ദേവസ്വം വിജിലൻസിന്റെ കണ്ടെത്തൽ. പമ്പയിലെ ഭക്ഷ്യസുരക്ഷാ ലാബിൽ പരിശോധനയ്ക്ക് ശേഷമാണ് തേനെത്തിച്ചത്. എന്നാൽ വിജിലൻസിന്റെ കണ്ടെത്തലിനെ തുടർന്ന് നിലവിൽ സന്നിധാനത്ത് എത്തിച്ച തേൻ ഉപയോഗിക്കുന്നില്ല. പമ്പയിലെ ലാബ് റിസർച്ച് ഓഫീസറുടെ ഭാഗത്തും അശ്രദ്ധയുണ്ടായതായാണ് കണ്ടെത്തൽ. വിജിലൻസ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ദേവസ്വം എക്സിക്യൂട്ടീവ് ഓഫീസർ റെഡ്കോയോട് വിശദീകരണം ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതേസമയം സന്നിധാനത്ത് എത്തിച്ച തേൻ ഉപയോഗിക്കില്ലെന്നും തിരിച്ചയക്കുമെന്നും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് K ജയകുമാർ പറഞ്ഞു. തേനിലല്ല പ്രശ്നം, ക്യാനിനാണ് പ്രശ്നം. ക്യാനിൻ്റെ മുകളിൽ ആസിഡ് എന്ന് എഴുതിയെന്നുള്ളതാണ്. അതേതായാലും അത് നമ്മളിവിടെ ഉപയോഗിക്കുന്നില്ല. തിരിച്ചു കൊടുക്കാൻ റെഡ്കോയ്ക്ക് തിരിച്ചു കൊടുക്കും. അങ്ങനെ വരാൻ പാടില്ലായിരുന്നു. അത് നമ്മളിതുവരെ ഉപയോഗിച്ചിട്ടില്ല കേട്ടോ. ആസിഡ് കലർന്ന തേനൊന്നൊരു ആശങ്കയെ വേണ്ട. തേനിനെ പറ്റി തർക്കമില്ല. അമൃത ന്യൂസ്, സന്നിധാനം. ലേബർ കോഡിനെ എതിർക്കാൻ കേന്ദ്ര സർക്കാരിന്റെ പുതിയ ലേബർ കോഡ് കേരളത്തിൽ നടപ്പാക്കില്ലെന്ന് മന്ത്രി V ശിവൻകുട്ടി.
കേന്ദ്ര ട്രേഡ് യൂണിയൻ നേതാക്കളുടെ യോഗത്തിന് ശേഷം പ്രതികരിക്കുകയായിരുന്നു മന്ത്രി. ലേബർ കോഡ് പിൻവലിക്കാൻ കേന്ദ്രത്തോട് ആവശ്യപ്പെടാനാണ് യോഗത്തിന്റെ തീരുമാനം. ഡിസംബർ 19 ലേബർ കോൺക്ലേവ് നടത്താനും തീരുമാനമായി. ഏകപക്ഷീയമായി നടപ്പാക്കുന്ന ലേബർ കോഡ് പിൻവലിക്കണമെന്ന് കേന്ദ്രത്തോട് ആവശ്യപ്പെടുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി വ്യക്തമാക്കി. ട്രേഡ് യൂണിയൻ നേതാക്കളുടെ യോഗം ചേർന്ന് ഇക്കാര്യത്തിൽ പ്രമേയം പാസാക്കിയെന്നും ഡിസംബർ 19 ലേബർ കോൺക്ലേവ് നടത്തുമെന്നും അദ്ദേഹം അറിയിച്ചു. കോൺക്ലേവിലേക്ക് എല്ലാ സംസ്ഥാനങ്ങളിലെയും മന്ത്രിമാരെ ക്ഷണിക്കും. കേന്ദ്രമന്ത്രിക്ക് നിവേദനം നൽകുമെന്നും മന്ത്രി അറിയിച്ചു. ഇതെങ്ങനെ തൊഴിലാളികളെ, ലേബർ കോഡ് തൊഴിലാളികളെ ജീവിതത്തെ ബാധിക്കും, അതിന് പരിഹാരം എങ്ങനെ കാണാൻ വേണ്ടി കഴിയും? ഒരു സംസ്ഥാനത്തിന് മാത്രം പ്രത്യേക നിയമങ്ങൾ നിർമ്മിക്കുന്നതിന് വേണ്ടിയുള്ള സാധ്യതകൾ എന്തൊക്കെയാണ്? ഇതൊരു സംസ്ഥാന വിഷയം കൂടി ആയതുകൊണ്ട് സംസ്ഥാനത്തിന് ഇതിൽ എത്രമാത്രം ഇടപെടുന്നതിന് വേണ്ടി കഴിയും? ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉള്ള ചർച്ചയിൽ നിയമ പണ്ഡിതന്മാരെയും തൊഴിലാളി രംഗത്തെ വിദഗ്ധ അഭിപ്രായം പറയുവാൻ ശേഷിയുള്ള ആൾക്കാരെയും പങ്കെടുപ്പിക്കുന്നതിന് വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം കറുത്ത ബാഡ്ജ് ധരിച്ചു പ്രതിഷേധിച്ചവർക്കെതിരെ ചില സ്ഥാപനങ്ങൾ നോട്ടീസ് നൽകിയത് ശ്രദ്ധയിൽപ്പെട്ടു. തൊഴിലാളികൾക്ക് പ്രതിഷേധിക്കാൻ അവകാശമുണ്ടെന്നും പ്രതിഷേധിച്ചതിന്റെ പേരിൽ തൊഴിലാളികൾക്കെതിരെ നടപടിയെടുക്കാൻ അനുവദിക്കില്ലെന്നും മന്ത്രി വ്യക്തമാക്കി. കരട് ചട്ടം തയ്യാറാക്കിയ കാര്യം രഹസ്യമായി വച്ചിരുന്ന ഒന്നല്ല. തിരുവനന്തപുരത്ത് നടന്ന ശില്പശാലയിൽ കരട് ചട്ടം വിതരണം ചെയ്തിരുന്നു. കരട് കരടായി തന്നെ ഇരിക്കും. ഒരു തുടർ നടപടിയും സ്വീകരിക്കാൻ പോകുന്നില്ലെന്നും ശിവൻകുട്ടി പറഞ്ഞു. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ബംഗാൾ ഉൾക്കടലിനും ശ്രീലങ്കയ്ക്കും മുകളിലെ അതിതീവ്ര ന്യൂനമർദ്ദം ചുഴലിക്കാറ്റായി ശക്തി പ്രാപിച്ചു. ഡിറ്റുവ എന്ന് പേരിട്ടിട്ടുള്ള ചുഴലിക്കാറ്റ് വടക്കൻ തമിഴ്നാട്, പുതുച്ചേരി, തെക്കൻ ആന്ധ്ര തീരദേശ മേഖലകളിൽ ആഞ്ഞടിക്കാൻ സാധ്യതയുണ്ട്. തമിഴ്നാട്, ആന്ധ്ര തീര മേഖലകളിലും പുതുച്ചേരിയിലും തീവ്ര മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പിന്റെ മുന്നറിയിപ്പ്. കേരളത്തിലും വരും ദിവസങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. പാകിസ്ഥാൻ മുൻ പ്രധാനമന്ത്രിയും PTI നേതാവുമായ ഇമ്രാൻഖാൻ കൊല്ലപ്പെട്ടുവെന്ന അഭ്യൂഹങ്ങൾ തള്ളി ജയിൽ അധികൃതർ. ഇമ്രാൻഖാൻ പൂർണ്ണ ആരോഗ്യവാനാണെന്നും ജയിൽ മാറ്റിയിട്ടില്ല എന്നും അധികൃതർ വ്യക്തമാക്കി. അതേസമയം ഇമ്രാൻഖാന്റെ നിലവിലെ അവസ്ഥയെക്കുറിച്ച് ഔദ്യോഗിക തലത്തിൽ പ്രസ്താവന പുറപ്പെടുവിക്കണമെന്നും വ്യാജ വാർത്തകൾക്കെതിരെ നടപടി വേണമെന്നും PTI പാർട്ടി ആവശ്യപ്പെട്ടു. ജയിലിൽ കഴിയുന്ന ഇമ്രാൻഖാൻ കൊല്ലപ്പെട്ടതായി കഴിഞ്ഞ ദിവസം അഭ്യൂഹം പരന്നിരുന്നു. അദ്ദേഹത്തെ കാണണമെന്നാവശ്യപ്പെട്ട് അടിയാല ജയിലിന് പുറത്തെത്തിയ സഹോദരിമാരായ നൗറീൻ നിയാസി, അലീമ ഖാൻ, ഡോക്ടർ ഉസ്മ ഖാൻ എന്നിവർക്ക് പോലീസ് മർദ്ദനമേറ്റതായും റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. അതിനു പിന്നാലെയാണ് ഇമ്രാൻഖാൻ അടിയാല ജയിലിൽ കൊല്ലപ്പെട്ടതായി പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ എന്നിവിടങ്ങളിൽ നിന്നുള്ള സാമൂഹ്യ മാധ്യമ അക്കൗണ്ടുകൾ വഴി പ്രചരിച്ചത്. അഭ്യൂഹങ്ങൾ പ്രചരിച്ചതിന് പിന്നാലെ ആയിരക്കണക്കിന് ആളുകൾ ജയിലിന് മുമ്പിൽ തടിച്ചുകൂടി പ്രതിഷേധം തുടങ്ങി. ജയിൽ അധികൃതരോ സർക്കാരോ വിശദീകരണം നൽകണമെന്നായിരുന്നു ആവശ്യം. അതേസമയം അടിയാല ജയിലിൽ നിന്ന് ഇമ്രാൻഖാനെ മാറ്റിയെന്ന വാർത്തകൾക്ക് ഒരു അടിസ്ഥാനമില്ല എന്നും ജയിൽ അധികൃതരെ ഉദ്ധരിച്ച് ജിയോ ന്യൂസ് റിപ്പോർട്ട് ചെയ്തു. ഇമ്രാൻഖാൻ പൂർണ്ണ ആരോഗ്യവാനാണെന്നും എല്ലാവിധ വൈദ്യസഹായങ്ങളും അനുവദിക്കുന്നുണ്ടെന്നും ജയിൽ അധികൃതർ വ്യക്തമാക്കി. ഇമ്രാൻഖാനെ കാണാനായി പ്രതിഷേധം നടത്തിയ സഹോദരിമാർക്ക് ജയിൽ അധികൃതർ അനുമതി നൽകിയതായും വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്യുന്നു. അനുമതി ലഭിച്ചതോടെ സഹോദരിമാർ പ്രതിഷേധ സമരം അവസാനിപ്പിച്ചുവെന്നും റിപ്പോർട്ടുണ്ട്. ഒരു മാസമായി കുടുംബാംഗങ്ങൾക്കോ അഭിഭാഷകർക്കോ ഇമ്രാനെ കാണാൻ അനുമതി ലഭിച്ചിരുന്നില്ല. അതിനിടെ നേതാക്കൾക്കും കുടുംബാംഗങ്ങൾക്കും ഇമ്രാൻഖാനെ അടിയന്തരമായി സന്ദർശിക്കാൻ അവസരം ഒരുക്കണമെന്ന് PTI ആവശ്യപ്പെട്ടു. ഇമ്രാൻഖാന്റെ ആരോഗ്യം, സുരക്ഷ, നിലവിലെ അവസ്ഥ എന്നിവയെക്കുറിച്ച് ഔദ്യോഗിക തലത്തിൽ പ്രസ്താവന പുറപ്പെടുവിക്കണമെന്നും വ്യാജ വാർത്തകൾ പ്രചരിപ്പിച്ചതിന് ഉത്തരവാദികളായവരെക്കുറിച്ച് അന്വേഷിച്ച് വസ്തുതകൾ രാജ്യത്തിനു മുമ്പിൽ അവതരിപ്പിക്കണമെന്നും പാർട്ടി ആവശ്യപ്പെട്ടു. ന്യൂസ് ഡെസ്ക്, അമൃത ന്യൂസ്. ഹോങ്കോങ്ങിലെ വടക്കൻ തായ്പോയിൽ കെട്ടിട സംശയത്തിലുണ്ടായ തീപിടുത്തത്തിൽ മരിച്ചവരുടെ എണ്ണം 55, 279 അധികം പേരെ കാണാതായിട്ടുണ്ട്. മരിച്ചവരിൽ ഒരു അഗ്നിശമന സേന അംഗവും ഉൾപ്പെടുന്നു. സംഭവവുമായി ബന്ധപ്പെട്ട് 3 പേർ അറസ്റ്റിലായി. നിരവധി പേർ ഇപ്പോഴും കുടുങ്ങിക്കിടക്കുകയാണ്. രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നു. സൗദി അറേബ്യ ഇസ്രായേലുമായി നയതന്ത്ര ബന്ധം സ്ഥാപിക്കണമെന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അഭ്യർത്ഥന സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരൻ നിരാകരിച്ചതായി അമേരിക്കയിലെ ഓൺലൈൻ പത്രമായ ആക്സിയോസ് റിപ്പോർട്ട് ചെയ്തു. പലസ്തീൻ വിഷയം തങ്ങളുടെ വിദേശ നയത്തിലെ പ്രധാന മുൻഗണനയാണെന്നും അതിലുള്ള നിലപാട് ശക്തമായി തുടരുമെന്നും ട്രംപുമായുള്ള ചർച്ചയ്ക്കിടെ സൗദി കിരീടാവകാശി ആവർത്തിച്ചതായി ആക്സിയോസ് വ്യക്തമാക്കി. കിഴക്കൻ ജെറുസലേം തലസ്ഥാനമാക്കി 1967 അതിർത്തികൾക്കുള്ളിൽ ദ്വിരാഷ്ട്ര പരിഹാരവും പലസ്തീൻ രാഷ്ട്രം സ്ഥാപിക്കുന്നതും ഇസ്രായേൽ അംഗീകരിക്കാതെ ഇസ്രായേലുമായുള്ള സാധാരണവൽക്കരണത്തെക്കുറിച്ച് ചർച്ച ചെയ്യാൻ സൗദി കിരീടാവകാശി വിസമ്മതിച്ചു എന്നതാണ് വാർത്ത. കുവൈറ്റിൽ സർക്കാർ സ്വകാര്യ സ്ഥാപനങ്ങളിലെ ജീവനക്കാരുടെ അക്കാദമിക് സർട്ടിഫിക്കറ്റ് പരിശോധനാ നടപടികൾ അതിവേഗം പൂർത്തിയാക്കണമെന്ന് ഉപപ്രധാനമന്ത്രി ഷെരീദ അൽ മൊഷേറി നിർദ്ദേശം നൽകി.
സിവിൽ സർവീസ് കമ്മീഷൻ, ഉന്നത വിദ്യാഭ്യാസ മന്ത്രാലയം, മാനവശേഷി പൊതുസമിതി എന്നീ ഏജൻസികളിൽ ഇതിനായി ചുമതല ഏർപ്പെടുത്തിയ പ്രധാന ഉപസമിതികളോട് ചുമതലകൾ വൈകാതെ പൂർത്തിയാക്കാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് രാജ്യത്തെ എല്ലാ സർക്കാർ സ്ഥാപനങ്ങളും സ്വകാര്യ മേഖലയിലെ സ്ഥാപനങ്ങളും പൂർണ്ണമായും സഹകരിക്കണമെന്നും മന്ത്രി ആവശ്യപ്പെട്ടു. കുവൈറ്റിലെ ഏറ്റവും അധികം മലയാളികൾ താമസിക്കുന്ന പ്രദേശമായ ജലീബ് അൽ ഷയൂഖിനെ ഭവന നിർമ്മാണ പദ്ധതികളിൽ ഉൾപ്പെടുത്താൻ നിലവിൽ ഉദ്ദേശിക്കുന്നില്ല എന്ന് ഭവനകാര്യ നഗരസഭ സഹമന്ത്രി അബ്ദുൽ ലത്തീഫ് അൽ മഷാരി പറഞ്ഞു. വ്യക്തികളുടെ ഉടമസ്ഥതയിലുള്ള സ്വകാര്യ ഭൂമിയാണ് ജലീബ് അൽ ഷയൂഖിൽ ഉള്ളതെന്നും ജലീബിനെ അനുയോജ്യവും സുസ്ഥിരവുമായ ഒരു നഗരപ്രദേശമായി വികസിപ്പിക്കുവാനുള്ള പദ്ധതികളാണ് തയ്യാറാക്കുന്നതെന്നും അദ്ദേഹം അറിയിച്ചു. അതേസമയം പുതിയ ഭവന പദ്ധതികൾ ആരംഭിക്കുന്നതിനായി മന്ത്രാലയം നിരവധി പ്രധാന സ്ഥലങ്ങൾ കണ്ടെത്തി വരികയാണെന്നും അദ്ദേഹം വെളിപ്പെടുത്തി. കുവൈറ്റ് സിറ്റിയിലെ അൽ മിർഖാബ് പ്രദേശമാണ് ഇതിൽ പ്രധാനപ്പെട്ടത്. കൂടാതെ സുലൈബി ഖാദ് കടൽ തീര പ്രദേശത്ത് കടൽ കാഴ്ചകൾ നേരിട്ട് ആസ്വദിക്കാവുന്ന തരത്തിൽ സ്വദേശികൾക്ക് വേണ്ടി മികച്ച പാർപ്പിട സമുച്ചയം നിർമ്മിക്കുവാനുള്ള സാധ്യതകൾ പരിശോധിച്ചു വരികയാണെന്നും മന്ത്രി അറിയിച്ചു. ഒമാനിൽ ഔദ്യോഗിക അവധി ദിവസം ജോലി ചെയ്യുന്നവർക്ക് ഒരു ദിവസത്തെ അധിക വേതനമോ മറ്റൊരു ദിവസം അവധിയോ നൽകണമെന്ന് ജനറൽ ഫെഡറേഷൻ ഓഫ് ഒമാൻ വർക്കേഴ്സ് അറിയിച്ചു. ഔദ്യോഗിക അവധി ദിനങ്ങളിൽ ജോലി ചെയ്യേണ്ടി വന്നാൽ അക്കാര്യം ജീവനക്കാരെ മുൻകൂട്ടി അറിയിക്കണം. പ്രതിദിന ശമ്പളം കണക്കാക്കി ഒരു ദിവസത്തെ അധിക വേതനം കൂടി അവധി ദിവസം ജോലി ചെയ്യുന്നവർക്ക് നൽകണം. അല്ലെങ്കിൽ പകരം മറ്റൊരു അവധി നൽകണമെന്നും അധികൃതർ നിർദ്ദേശിച്ചു. അതേസമയം അവധി ദിവസത്തെ ഓവർ ടൈം ജോലി സ്വീകരിക്കാനോ നിരസിക്കാനോ തൊഴിലാളികൾക്ക് അവകാശമുണ്ട്. പ്രമുഖ പ്രൈവറ്റ് സെക്ടർ ബാങ്കായ സൗത്ത് ഇന്ത്യൻ ബാങ്ക് NRI സേവനങ്ങൾ കൂടുതൽ വിപുലീകരിക്കുന്നു. ഇതിനായി ഗൾഫ് രാജ്യങ്ങളിലെ ഉപഭോക്താക്കളെ പങ്കെടുപ്പിച്ചുകൊണ്ട് നിരന്തരം ബിസിനസ് മീറ്റുകൾ സംഘടിപ്പിക്കുന്നുണ്ട് എന്ന് സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെ ചീഫ് ജനറൽ മാനേജർ സഞ്ജയ് സിൻഹ ദുബായിൽ അമൃത ടിവിയോട് പറഞ്ഞു. സ്വകാര്യ മേഖലയിലെ പ്രമുഖ ധനകാര്യ സ്ഥാപനമായ സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെ NRI ഉപഭോക്താക്കളുമായുള്ള ബന്ധം കൂടുതൽ ശക്തമാക്കുന്നതിന്റെ ഭാഗമായാണ് ഉന്നത ഉദ്യോഗസ്ഥർ അടക്കമുള്ള ബാങ്ക് പ്രതിനിധികൾ ഗൾഫ് രാജ്യങ്ങൾ സന്ദർശിക്കുന്നത്. സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെ പ്രവാസി ഉപഭോക്താക്കളിൽ 80% പേരും UAE-യിൽ നിന്നുമാണെന്ന് സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെ ചീഫ് ജനറൽ മാനേജർ സഞ്ജയ് സിൻഹ പറഞ്ഞു. Almost 30% of our liability business is with our NR customers, and basically UAE has almost 80% of our NR customers plus. So in excess of 5-6 lakhs customers which we have is in the belt of UAE all around. And we keep on doing a lot of programs for them. We keep on doing a lot of connects. We are trying to develop products specific to them. We have developed products which are specific to them. ഡിജിറ്റൽ സാങ്കേതിക വിദ്യയുടെ സാധ്യതകൾ പ്രയോജനപ്പെടുത്തി കൂടുതൽ ഉപഭോക്തൃ സൗഹൃദമായ പദ്ധതികൾ നടപ്പാക്കുന്നുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. വിവിധ ബാങ്കുകളിൽ നിന്നും പല സമയത്ത് വ്യത്യസ്ത ആവശ്യങ്ങൾക്കായി എടുത്ത വായ്പകളുടെ പ്രതിമാസ തിരിച്ചടവ് മാസത്തിൽ ഒരു തവണ ഒരുമിച്ചാക്കുന്നതിനുള്ള സൗകര്യവും സൗത്ത് ഇന്ത്യൻ ബാങ്ക് നൽകുന്നുണ്ടെന്ന് അദ്ദേഹം വിശദീകരിച്ചു. We have a product where I can consolidate all your loans and create a benefit to you where you have to pay one EMI and also reduced EMI. So I have one car loan with me, I have one personal loan with me, I have one housing loan with me, I have a loan against property. Similarly, I have 5-6 loans. In this product, I can get all your debts together and give you one loan. പ്രവാസി നിക്ഷേപകരുമായും ബാങ്കുമായി സഹകരിക്കുന്നവരുമായുള്ള കൂടിക്കാഴ്ചയ്ക്കായാണ് സഞ്ജയ് സിൻഹ അടക്കമുള്ള ഉന്നത ഉദ്യോഗസ്ഥർ UAE-യിലെത്തിയത്. അമൃത ന്യൂസ്, ദുബായ്. ഗിന്നസ് ലോക റെക്കോർഡ് നേട്ടം സ്വന്തമാക്കി UAE-യിലെ പ്രമുഖ വിദ്യാഭ്യാസ സ്ഥാപനമായ പേസ് ഗ്രൂപ്പ്. 25 രാജ്യങ്ങളിൽ നിന്നുള്ള 5035 വിദ്യാർത്ഥികളെ അണിനിരത്തി 35 വ്യത്യസ്ത ശാസ്ത്രീയ പരീക്ഷണങ്ങൾ ഒരേ സമയം നടത്തിയതിനാണ് അംഗീകാരം ലഭിച്ചത്. പേസ് ഗ്രൂപ്പിന്റെ 9ാമത്തെ ഗിന്നസ് റെക്കോർഡ് നേട്ടമാണ് ഇത്. UAE-യുടെ 54ാം ദേശീയ ദിനം, സുസ്ഥിരതാ ലക്ഷ്യങ്ങൾ, 2026 കുടുംബവർഷം എന്നിവയോടനുബന്ധിച്ചും പേസ് ഗ്രൂപ്പിന്റെ സിൽവിയോറ എന്ന് പേരിട്ട രജത ജൂബിലി ആഘോഷത്തിന്റെയും ഭാഗമായാണ് ഗിന്നസ് റെക്കോർഡിനായുള്ള പരിപാടി സംഘടിപ്പിച്ചത്. ഷാർജ മുവൈലയിലെ ഇന്ത്യ ഇന്റർനാഷണൽ സ്കൂൾ മൈതാനിയിൽ 25 രാജ്യങ്ങളിൽ നിന്നുള്ള 5035 വിദ്യാർത്ഥികളെ അണിനിരത്തി 35 വ്യത്യസ്ത ശാസ്ത്രീയ പരീക്ഷണങ്ങൾ ഒരേ സമയം നടത്തിയാണ് പേസ് ഗ്രൂപ്പ് തങ്ങളുടെ 9ാമത് ഗിന്നസ് നേട്ടം കരസ്ഥമാക്കിയത്. വാക്കിംഗ് വാട്ടർ, എലിഫന്റ് ടൂത്ത്പേസ്റ്റ്, അഗ്നിപർവ്വതം, ലാവ ലാമ്പ്, ബലൂൺ ഇൻഫ്ലേറ്റിംഗ്, ഫിസി ഫൺ, ഡെൻസിറ്റി പരീക്ഷണം, മിൽക്ക് ഫയർ വർക്സ്, സർഫേസ് ടെൻഷൻ ആക്ടിവിറ്റികൾ, ഇൻവിസിബിൾ ഇങ്ക്, pH ഇൻഡിക്കേറ്ററുകൾ, റെഡോക്സ് റിയാക്ഷനുകൾ, ട്രാവലിംഗ് വാട്ടർ തുടങ്ങിയ പരീക്ഷണങ്ങളാണ് ഒരേ സമയം നടന്നത്. Most students attempting a science experiment at the same time, simultaneously. It's a very unique kind of Guinness World Record where we have tried to inspire the students with curiosity
and make them part of innovating in a specific way. And they have really done a wonderful job to achieve the Guinness World Record this time. വൈസ് പ്രിൻസിപ്പാൾ ഷിഫാന മൊയ്സ്, അസിസ്റ്റന്റ് ഡയറക്ടർ സഫ ആസാദ് എന്നിവർ നേതൃത്വം നൽകി. പേസ് ഗ്രൂപ്പ് ഡയറക്ടർമാരായ ആസിഫ് മുഹമ്മദ്, ലത്തീഫ് ഇബ്രാഹിം, ഷാഫി ഇബ്രാഹിം, അബ്ദുള്ള ഇബ്രാഹിം, അമീൻ ഇബ്രാഹിം, സൽമാൻ ഇബ്രാഹിം, സുബൈർ ഇബ്രാഹിം, ബിലാൽ ഇബ്രാഹിം, ആദിൽ ഇബ്രാഹിം എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. അമൃത ന്യൂസ്, ഷാർജ. ഇതിലെ ഇഫത്ത് യൂണിവേഴ്സിറ്റിയുടെ സഹകരണത്തോടെ ഇന്ത്യൻ കോൺസുലേറ്റുമായി ചേർന്ന് ഗുഡ്വിൽ ഗ്ലോബൽ ഇനിഷ്യേറ്റീവ് മനുഷ്യരും യന്ത്രങ്ങളും സാങ്കേതികവിദ്യാ നിയന്ത്രണ യുഗത്തിൽ വിജയത്തിലേക്കും സന്തോഷത്തിലേക്കുമുള്ള പാത എന്ന വിഷയത്തെ ആസ്പദമാക്കി ഏകദിന ശില്പശാല സംഘടിപ്പിച്ചു. ജിദ്ദ ഇന്റർനാഷണൽ ഇന്ത്യൻ സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന ശില്പശാലയിൽ 200-ലേറെ വിദ്യാർത്ഥികൾ സംബന്ധിച്ചു. ഇന്ത്യൻ കോൺസുൽ ജനറൽ ഫഹദ് അഹമ്മദ് ഖാൻ സൂരി സമാപന സെഷനിൽ മുഖ്യപ്രഭാഷണം നടത്തി. ഡോക്ടർ അഷ്റഫ് അമീർ, ഡോക്ടർ റീം അൽമദനി എന്നിവർ വിശിഷ്ടാതിഥികളായിരുന്നു. ഹസൻ ചെറുപ്പ അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ മുഹമ്മദ് ഇമ്രാൻ ആലുങ്കൽ, മുഹമ്മദ് അഷ്റഫ് മൊയ്തീൻ തുടങ്ങിയവർ സംസാരിച്ചു. ഇസ്ഹാഖ് പൂണ്ടോളി, ജലീൽ കണ്ണമംഗലം തുടങ്ങിയവർ നേതൃത്വം നൽകി. കുവൈറ്റിലെ സാമൂഹ്യ സാംസ്കാരിക സംഘടനയായ തനിമ കുവൈറ്റിൻ്റെ ആഭിമുഖ്യത്തിൽ 19ാം ദേശീയ വടംവലി മത്സരം നാളെ അബ്ബാസിയയിലെ ഇൻ്റിഗ്രേറ്റഡ് ഇന്ത്യൻ സ്കൂളിൽ നടക്കും. മത്സരം ഉച്ചയ്ക്ക് 12 മണി മുതൽ രാത്രി 10 വരെ നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. മത്സരം വ്യവസായിയും കരാട്ടെ വിദഗ്ധനുമായ സുരേഷ് കാർത്തിക് ഉദ്ഘാടനം ചെയ്യും. പൊതുസമ്മേളനത്തിൽ പോർച്ചുഗീസ് ഇന്റർനാഷണൽ വോളിബോൾ താരം ജോസിട്രോ ഗോമസ്, കുവൈറ്റ് സാംസ്കാരിക പൗരപ്രമുഖരും വിവിധ വ്യവസായികളും പങ്കെടുക്കും. ഇന്ത്യൻ അംബാസഡറെ മുഖ്യാതിഥിയായി പ്രതീക്ഷിക്കുന്നുണ്ടെന്നും സംഘാടകർ അറിയിച്ചു. കുവൈറ്റിലെ 24 ഇന്ത്യൻ സ്കൂളുകളിൽ നിന്നും പഠനേതര മേഖലകളിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച വിദ്യാർത്ഥികൾക്ക് ഡോക്ടർ APJ അബ്ദുൽ കലാം പേൾ ഓഫ് ദി സ്കൂൾ അവാർഡും യുണൈറ്റഡ് സ്കൂൾ അധ്യാപികയുടെ സ്മരണാർത്ഥം US-ലെ 7ാം ക്ലാസ്സിലെ മികച്ച വിദ്യാർത്ഥിക്ക് നൽകുന്ന ബിനി മെമ്മോറിയൽ അവാർഡും വിതരണം ചെയ്യുമെന്നും അധികൃതർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. സൗദിയിലെ ജുബൈലിൽ മത്സ്യബന്ധനത്തിന് പോയ ബോട്ട് പൈപ്പ് ലൈനിൽ ഇടിച്ചുണ്ടായ അപകടത്തിൽ ഒരാൾ മരിച്ചു. ബോട്ട് ഡ്രൈവറായ കുപ്സോമി ആദിയാണ് മരിച്ചത്. അൽഫറയിൽ നിന്നാണ് മത്സ്യബന്ധനത്തിന് കടലിലേക്ക് പോയത്. കുവൈറ്റ് എഞ്ചിനീയേഴ്സ് ഫോറത്തിൻ്റെ കീഴിൽ പാലക്കാട് NSS എഞ്ചിനീയറിംഗ് കോളേജ് അലുമിനി അസോസിയേഷൻ സംഘടിപ്പിക്കുന്ന 11ാം ശാസ്ത്രോത്സവം നാളെ റാഡിസൺ ബ്ലൂ ഹോട്ടലിൽ നടക്കും. പരിപാടിയിൽ മുഖ്യപ്രഭാഷകനായി അൽറിയം ടെക്നോളജിയുടെ സ്ഥാപകനും CTOയുമായ റൗൾ ജോൺ അജു മുഖ്യപ്രഭാഷണം നടത്തും. വിവിധ പരിപാടികളും നടക്കും. വൈകുന്നേരം 3 മണിക്ക് തുടങ്ങുന്ന പരിപാടികളിൽ പ്രവേശനം തീർത്തും സൗജന്യമായിരിക്കുമെന്നും സംഘാടകർ അറിയിച്ചു. സൗദി അറേബ്യ കോടിക്കണക്കിന് വർഷങ്ങളായി നിർജ്ജീവമായി കിടക്കുന്ന ആയിരക്കണക്കിന് അഗ്നിപർവ്വതങ്ങളിലേക്ക് മുകളിലാണെന്ന് സ്ഥിതി ചെയ്യുന്നതെന്ന് സൗദി വെതർ ആൻഡ് ക്ലൈമറ്റ് സൊസൈറ്റി അറിയിച്ചു. പടിഞ്ഞാറൻ സൗദി അറേബ്യയിലും യമനിലും ഏകദേശം 2.5 കോടി വർഷങ്ങൾക്ക് മുമ്പ് അഗ്നിപർവ്വത പ്രവർത്തനങ്ങൾ ആരംഭിച്ചതായി കണക്കാക്കപ്പെടുന്നുവെന്നും വൈസ് പ്രസിഡന്റ് ഡോക്ടർ അബ്ദുള്ള അൽ മിസ്നദ് വെളിപ്പെടുത്തി. മക്കയ്ക്കും മദീനയ്ക്കും ഇടയിലുള്ള ഹരത്ത് റഹത്തിൽ 700ഓളം അഗ്നിപർവ്വതങ്ങൾ ഉള്ളതായും കണക്കാക്കപ്പെടുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. ശരണാമൃതം powered by Dhanalakshmi Bank, banking on relationships forever. സ്വാമിയേ ശബരിമലയിൽ ഇന്നും അയ്യപ്പ ഭക്തരുടെ വൻ തിരക്ക്. രാത്രി 9 മണിവരെ 80,000-ത്തിലധികം അയ്യപ്പ ഭക്തരാണ് ദർശനം നടത്തിയത്. ഭക്തർക്ക് സുഖദർശനമാണ് ദേവസ്വവും പോലീസും ചേർന്ന് ഒരുക്കുന്നതെന്ന് ദേവസ്വം പ്രസിഡന്റ് K. ജയകുമാർ പറഞ്ഞു. ഭക്തർക്ക് കേരളീയ സദ്യ നൽകുന്നതിൽ ആശങ്ക വേണ്ട എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. 40 ദിവസത്തെ യൂറോപ്യൻ പര്യടനത്തിന് ശേഷം സദ്ഗുരു ശ്രീ മാതാ അമൃതാനന്ദമയി ദേവി അമൃതപുരിയിലെത്തി. നെടുമ്പാശ്ശേരിയിൽ വിമാനമിറങ്ങിയ അമ്മയെ സ്വീകരിക്കാൻ സന്യാസി ശ്രേഷ്ഠർ ഉൾപ്പെടെ നിരവധി ഭക്തർ ഒത്തുകൂടിയിരുന്നു. ഒക്ടോബർ 17-നാണ് അമ്മ 8 രാജ്യങ്ങളിൽ പര്യടനത്തിനായി പുറപ്പെട്ടത്. യുണൈറ്റഡ് കിങ്ഡം, ജർമ്മനി, ഇറ്റലി, സ്വിറ്റ്സർലാൻഡ്, സ്പെയിൻ, ഫിൻലാൻഡ് തുടങ്ങിയ രാജ്യങ്ങളിലെ 10 നഗരങ്ങളിൽ അമ്മയുടെ നേതൃത്വത്തിൽ നടന്ന ആത്മീയ പ്രഭാഷണങ്ങൾ, ഭജനകൾ, സത്സംഗങ്ങൾ എന്നിവയിൽ പങ്കെടുക്കാൻ ആയിരക്കണക്കിന് ആളുകൾ എത്തിയിരുന്നു. മാതാ അമൃതാനന്ദമയി മഠം വൈസ് ചെയർമാൻ സ്വാമി അമൃത സ്വരൂപാനന്ദപുരി അടക്കം സന്യാസി ശ്രേഷ്ഠരും ആശ്രമം അന്തേവാസികളും അമ്മയെ അനുഗമിച്ചിരുന്നു. നെടുമ്പാശ്ശേരിയിൽ നിന്നും റോഡ് മാർഗമാണ് അമ്മ കൊല്ലം അമൃതപുരിയിലെത്തിയത്. അമ്മയെ മക്കൾ സ്നേഹപൂർവ്വം വരവേറ്റു. ഇനി കായിക വാർത്തകൾ നോക്കാം. ലോക ചാമ്പ്യന്മാരായ ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീം തിരുവനന്തപുരത്ത് എത്തുന്നു. ഡിസംബറിൽ കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ ശ്രീലങ്കയ്ക്കെതിരെ 3 T20 മത്സരങ്ങൾ കളിക്കും. ഡിസംബർ 26, 28, 30
തീയതികളിലാണ് മത്സരങ്ങൾ. പരമ്പരയിൽ ആകെ 5 മത്സരങ്ങളാണുള്ളത്. ആദ്യ 2 മത്സരം വിശാഖപട്ടണത്ത് നടക്കും. ലോകകപ്പ് വിജയത്തിന് ശേഷമുള്ള ആദ്യ പരമ്പരയാണ് ഇത്. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തയ്ക്കായി അമൃത ന്യൂസ് യൂട്യൂബ് കാണുക.